ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി അക്രമത്തിന് പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഫറോക്ക് പെരുമുഖത്ത് പട്ടാപ്പകൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്ന പ്രതി പോലീസ് പിടിയിൽ. തപോവനം മെലഡീസിന്റെ അക്ഷരരത്നം പുരസ്കാരം ഗാനരചയിതാവ് MD രാജേന്ദ്രന്. ഏഴാമത് ഊരാള സംഗമം മെയ് 18-ന് കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വന്യജീവി അക്രമത്തിന് പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് പ്രതിഷേധിക്കേണ്ട അവസ്ഥയാണ് ഭരണപക്ഷ MLA-മാർക്കുള്ളതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വനം വകുപ്പിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങളെ പ്രതിപക്ഷം ഈ നിയമസഭയിൽ രണ്ടാം പിണറായി ഭരണത്തിന് കീഴിൽ 4 തവണ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു. 2 തവണ ഞാൻ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം സിദ്ദിഖാണ്, ഒരു പ്രാവശ്യം മാത്യു കോൾനാടനാണ്. നിയമസഭയിൽ ഞങ്ങൾ 4 തവണ അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും അത് ചർച്ചയ്ക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല. മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടണമെന്ന് ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടു. MLA-മാരും ഭരണകക്ഷിയും പ്രതിപക്ഷവും. കേരള മുഖ്യമന്ത്രിക്ക് ഒരു യോഗം ചേരാൻ MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വേണമെങ്കിൽ MP-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മേളനം, ഒരു ആലോചനാ യോഗം പോലും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. വന്യജീവി അക്രമത്തിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളാണ് ഞങ്ങൾ. ഞാൻ, സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, സജീവ് ജോസഫ്, എല്ലാവരും നിരന്തരം. അനിൽകുമാർ ഇപ്പം അവിടെ തന്നെ എത്രയോ സംഭവങ്ങൾ ആവർത്തിച്ചു, നിലമ്പൂരിൽ എത്രയോ സംഭവങ്ങൾ ആവർത്തിച്ചു. അപ്പോൾ ഗവൺമെന്റിന്റെ അലസതയാണ്. ഒരു ഭരണകക്ഷി MLA പോലും ഇത്തരത്തിൽ പ്രതിഷേധിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ ആണ് അതിന്റെ ഉത്തരവാദികൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരിന് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഭരണ സംവിധാനം തികഞ്ഞ പരാജയമാണ് ഈ കാര്യത്തിൽ. ഞങ്ങൾ ജനപക്ഷത്ത് തന്നെ നിൽക്കും. ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭ പരിപാടികളുമായി പോകും. പ്രതിപക്ഷം ഒന്നടങ്കം മലയോര യാത്ര സംഘടിപ്പിച്ചത് ഈ പ്രശ്നത്തിന്റെ രൂക്ഷതയുടെ അടിസ്ഥാനത്തിലാണ്. ഈ MLA-യുടെ ആ പ്രതിഷേധം ന്യായമാണെന്ന് KPCC പ്രസിഡന്റ്. ആ പ്രതിഷേധം ഞങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് ഉയർത്തുന്ന പ്രതിഷേധത്തോട് കൂടെ ചേരാൻ ഭരണകക്ഷി MLA-മാരും പോലും നിർബന്ധിതരാകുന്ന ചിത്രമാണ് ഇവിടെയുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് പെരുമുഖത്ത് പട്ടാപ്പകൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്ന പ്രതി പോലീസ് പിടിയിലായി. മലപ്പുറം വളാഞ്ചേരി പാങ്ങ് ചക്കിങ്ങൽ തൊടി അബ്ദുൽ ലത്തീഫാണ് അറസ്റ്റിലായത്. കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏപ്രിൽ 25-ന് പെരുമുഖം തീയത്ത് ശിവദാസിന്റെ ഭാര്യ ബിന്ദുവിന്റെ മാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതിയെയാണ് മറ്റൊരു കഞ്ചാവ് കേസ് അന്വേഷണത്തിനിടെ പിടികൂടിയത്. ഫെബ്രുവരി 27-ന് രാമനാട്ടുകര കണ്ടായി പെട്രോൾ പമ്പിന് സമീപം 4 കിലോ കഞ്ചാവുമായി മലപ്പുറം കൊളത്തൂർ പടപ്പറമ്പ് കുപ്പേടത്ത് മുനീറിനെ ഫറോക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ അന്വേഷണം നടത്തുന്നതിനിടെ ഇൻസ്പെക്ടർ TS ശ്രീജിത്തിന് കൂട്ടുപ്രതിയായ അബ്ദുൽ ലത്തീഫിനെ പറ്റി വിവരം ലഭിച്ചു. ACP ക്രൈം സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിന്റെ ചുരുളഴിയുന്നത്. മാല പൊട്ടിച്ച കേസിൽ ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലെ മുഖസാദൃശ്യമാണ് പ്രതിയെ കുടുക്കിയത്. ദൃശ്യങ്ങൾ നിരത്തിയുള്ള വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഇതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൂട്ടുപ്രതിയായ ബിലാൽ കുന്നംകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് ഇരുവരും രാമനാട്ടുകരയിൽ എത്തിയത്. സ്ത്രീകളെ നിരീക്ഷിച്ച സംഘം രാമനാട്ടുകര പരിസരങ്ങളിൽ കറങ്ങുന്നതിനിടെ പെരുമുഖത്ത് എത്തിയപ്പോഴാണ് സ്ത്രീയുടെ മാല പൊട്ടിച്ചു കടന്നത്.
പ്രതികൾ ഒരുമിച്ച് പെരിന്തൽമണ്ണ ജയിലിൽ കഞ്ചാവ് കേസിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമാണ് മാല പൊട്ടിക്കൽ ആസൂത്രണം ചെയ്തതെന്നും ബൈക്ക് മോഷണത്തിന് കുന്നംകുളം സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഈ കേസിലെ പരാതിക്കാരി റേഷൻ കടയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബൈക്കില് ഈ പ്രതികളും ഫോളോ ചെയ്യും. ഇവരൊരു ചെറിയ ഇടവഴിയിലേക്ക് നടന്ന സമയത്ത് ബൈക്കിൽ പുറകിലുണ്ടായിരുന്ന ആള് ഇവരെ പിന്തുടരുകയും ഒരാളൊഴിഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് ഇവരെ കഴുത്തിലെ ചെയിന് പെട്ടെന്ന് തിരിച്ചടക്കുകയാണ് ഉണ്ടായത്. തിരിച്ചടച്ച് ഓടി രക്ഷപ്പെട്ടു. പെട്ടെന്ന് അവർക്ക് ആ സമയത്ത് സ്റ്റക്കായി പോയതുകൊണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ആളുകളെ വിളിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ഇവര് ബൈക്കിന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു. SI RS വിനയൻ, ഫറൂഖ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI അരുൺകുമാർ മാത്തറ, സീനിയർ CPOമാരായ IT വിനോദ്, അനൂജ് വളയനാട്, CPOമാരായ സനീഷ് പന്തീരങ്കാവ്, സുബീഷ് വേങ്ങേരി, അഖിൽ ബാബു, ഫറോക്ക് സ്റ്റേഷൻ സീനിയർ CPOമാരായ K അഷ്റഫ്, M പ്രേംജിത്ത്, K സുമേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. തപോവനം മെലഡീസ് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന ശ്രാവണ പൗർണമി സംഗീത പരിപാടി മെയ് 24 ടൗൺ ഹാളിൽ നടക്കും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അക്ഷരരത്നം പുരസ്കാരം ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഏറ്റുവാങ്ങും. ശ്രാവണ പൗർണമി എന്ന പേരിലാണ് ഞങ്ങൾ ഓരോ വർഷത്തിനുള്ള വാർഷിക പരിപാടി നടത്തപ്പെടുന്നത്. ആ പരിപാടിയുടെ പേരാണ് ശ്രാവണ പൗർണമി. അപ്പം അത് ഈ വർഷം മെയ് 24 5 മണിക്ക് ടൗൺ ഹാളിൽ നടത്തുകയാണ്. ആഫ്റ്റർ കെയർ അസോസിയേഷനിൽ പ്രസിഡന്റ് കളക്ടറാണ്. ഓൾവേസ് എല്ലായ്പ്പോഴും കളക്ടറായിരിക്കും. തൊട്ടടുത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ 4 റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിലാണ് ഒരു കമ്മിറ്റി നടത്തിക്കൊണ്ടു പോകുന്നത്. തപോവനം മെലഡീസ് ചലച്ചിത്ര ഗാനരംഗത്തെ പ്രമുഖ വ്യക്തികൾക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമായ അക്ഷരരത്നം ലെജൻഡറി അവാർഡ് ഈ വർഷം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ MD രാജേന്ദ്രന് ചലച്ചിത്ര ഗാന ഗവേഷകൻ രവി മേനോൻ ടൗൺ ഹാളിലെ ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. തപോവനം മെലഡീസ് കൺവീനർ നന്ദകുമാർ ചടങ്ങിൽ അധ്യക്ഷനാകും. തുടർന്ന് തപോവനം മെലഡീസ് ഒരുക്കുന്ന MD രാജേന്ദ്രൻ രചന നിർവഹിച്ച ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള സംഗീത നിശയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ നന്ദകുമാർ, ജോയിന്റ് കൺവീനർമാരായ രാജേന്ദ്രൻ K, ഷീബ പ്രേമാനന്ദ്, ലേഖ കോറോത്ത്, ശ്രീരാജ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ AC ഷോപ്പിംഗ് അത്ര ബുദ്ധിമുട്ട് മറ്റൊരു കാര്യത്തിലുള്ളാട്ടോ. ടെക്നോളജി ഇങ്ങനെ മാറി വരുമ്പോ AC വാങ്ങാൻ ഇനിയുള്ള കാലത്ത് എക്സ്പെർട്ടിനെ കൊണ്ടേ നടക്കൂ. നല്ലോണം വില വെച്ചണം. അല്ലെങ്കിൽ സ്റ്റോറി വല്ല പരിചയക്കാരും ഉണ്ടെങ്കിലേ വില കുറച്ച് കിട്ടിയാ കിട്ടി. വിലക്കുറവ് നോക്കി ഓരോ ഷോപ്പിലും കയറി ഇറങ്ങണം. EMI, വാറണ്ടി, ഡിസ്കൗണ്ട് ഇതൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാലോ AC ഇൻസ്റ്റാൾ ചെയ്യാൻ പിന്നെയും ദിവസങ്ങളുടെ കാത്തിരിപ്പാ. അതിനല്ലേ മൈജിയുടെ ടേക്ക് ഇറ്റ് AC പോളിസി. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ക്ലീൻ ACകൾ ഉപയോഗത്തിനനുസരിച്ച് 40% മുതൽ 120% ടൺ വരെ മാറ്റാൻ സാധിക്കുന്ന കൺവേർട്ടബിൾ ACകൾ, വൈഫൈ കൺട്രോൾ ACകൾ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും ഒപ്പം ഫ്രീ ഇൻസ്റ്റാളേഷനും എല്ലാ ACകൾക്കും 5 വർഷം വരെ അധിക വാറണ്ടിയും മികച്ച എക്സ്പെർട്സിന്റെ സേവനവും. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് 51% വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. കൂടാതെ ദിവസേന ചെറിയൊരു തുക മാറ്റിവെച്ച് മാസാവസാനം അടയ്ക്കാൻ സാധിക്കുന്ന സൂപ്പർ EMI പ്ലാനുകളും വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ ലഭ്യമാകുന്ന അനേകം ഫിനാൻസ് ഓപ്ഷനുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതിലും വലുത് ആര് നൽകിയാലും ലൈഫ് ടൈം സെറ്റിൽമെന്റ്. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഏഴാമത് ഊരാള സംഗമം മെയ് 18 കോവൂരിൽ യോഗക്ഷേമ സഭ ജില്ലാ മന്ദിരത്തിൽ നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, അങ്ങനെ പല ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ്, ഗൂഢമാണിക്യം, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഇത്തരം ദേവസ്വം ബോർഡുകളാണ് ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങൾ. അതിന്റെ ഏകദേശം 10 മടങ്ങ് ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അവരെ ആ ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകും. ചില സമുദായക്കാർ നടത്തുന്ന ക്ഷേത്രമുണ്ട്, ചില വ്യക്തികൾ നടത്തുന്ന ക്ഷേത്രമുണ്ട്, ചില കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രമുണ്ട്. ഇതൊക്കെ ആ ക്ഷേത്രങ്ങളിലെ ഭക്തജനങ്ങളും നാട്ടുകാരും ഉള്ള സഹകരണത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബ പാരമ്പര്യത്തിലുള്ള ധർമ്മമൂർത്തികളെയും പരദേവതകളെയും സംരക്ഷിക്കാനും ആ വിശ്വാസങ്ങളും ക്രമങ്ങളും തനതായ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനും അനാവശ്യമായ ഇടപെടലുകൾ ഒഴിവാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ക്ഷേത്ര ദേവസ്വം ഊരാള സഭ. ക്ഷേത്ര ദേവസ്വം ഊരാള സഭ സംഘടിപ്പിക്കുന്ന ഏഴാമത് ഊരാള സംഗമം മെയ് 18 യോഗക്ഷേമ സഭ കോഴിക്കോട് ജില്ലാ മന്ദിരത്തിൽ നടക്കും. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്യും. AKKDUS പ്രസിഡന്റ് K കുഞ്ഞിമാധവൻ കനകത്തിടം അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ രാജ, SK കുഞ്ഞിരാമൻ നായനാർ, KP രാജശേഖരൻ നായർ തുടങ്ങിയവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം മെയ് 18 കോഴിക്കോട് ലീഗ് ഹൗസിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും സാമൂഹിക മുന്നേറ്റങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ റോഷൻ ബിജ്ലി ക്ലാസ് എടുക്കും. ഭിന്നശേഷിക്കാരുടെ പഠനം, തൊഴിൽ, പുനരധിവാസം ഇതാണ് സംഘടന ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭിന്നശേഷിക്കാരോട് കാണിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയും ഭിന്നശേഷിക്കാരുടെ വിവിധ അവകാശങ്ങളെക്കുറിച്ചും ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചർച്ച ചെയ്യും. മുസ്ലിം ലീഗിന്റെയും പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ഭാരവാഹികളായ MC മായിൻ ഹാജി, ഉമ്മർ പാണ്ടികശാല, മുഹമ്മദ് മാസ്റ്റർ, ഷാഫി ചാലിയം തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ DAPL സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം, ജനറൽ സെക്രട്ടറി കുഞ്ഞബ്ദുള്ള കുളവയൽ, ട്രഷറർ കരീം പന്നിത്തടം, വൈസ് പ്രസിഡന്റ് സുധീർ അസീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടക്കം കുറിച്ചാൽ വൈകുന്നേരം 4-4:30 വരെ നീണ്ടുനിൽക്കുന്ന വിവിധങ്ങളായ പല സെക്ഷനിലായുള്ള പരിപാടികളാണ് ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെറുട്ടി റോഡ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. വ്യവസായി ഡിജോ മഹീന്ദ്ര ഉദ്ഘാടനം ചെയ്തു. നവീൻ ശങ്കർ പാലാഞ്ചേരിയാണ് യജ്ഞാചാര്യൻ. ചെറുട്ടി റോഡ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം വ്യവസായി ഡിജോ മഹീന്ദ്ര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AP സായി നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഇവിടുത്തെ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും എല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാഗവത എവിടെയാണ് നടക്കുന്നത് വിചാരിച്ചാൽ അവിടെ എല്ലാവർക്കും നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതം ബുക്കിൽ ലയിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഭഗവാൻ അവിടെ ഒരു ദിവസമെങ്കിലും ഭാഗവത സപ്താഹം നടക്കുന്നതിൽ ഭഗവാൻ വരുന്നതാണ് നമ്മുടെ സങ്കല്പം. ശ്രീമദ് ഭാഗവതാഖ്യം പ്രത്യക്ഷ കൃഷ്ണയേവ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഭക്തന്മാരും എല്ലാവരും ഭഗവാന്റെ കാലു പിടിച്ച് ഭഗവാൻ ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് ആരുണ്ട്. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ചിന്തിക്കുന്നത് ശരിയല്ലേ, ഞാനിപ്പോൾ ഇവിടുന്ന് പോയാൽ എൻ്റെ ഭക്തന്മാർക്കും ആളുകൾ. PR സുനിൽ സിംഗ്, AP കൃഷ്ണകുമാർ, K ശങ്കരൻ പിള്ള, P രഘുവീർ, PN ഗോപികുമാർ, PS വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. 18-ന് സമാപിക്കും. നവീൻ ശങ്കർ പാലാഞ്ചേരിയാണ് യജ്ഞാചാര്യൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
സർവമംഗല്യം. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആനക്കുഴിക്കര സൂപ്പർ ലീഗ് 3-ാം സീസൺ സമാപിച്ചു. വിവിധ ടീമുകളിലായി 80ഓളം താരങ്ങൾ പങ്കെടുത്തു. സമാപന പരിപാടിയിൽ ജേതാക്കൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആനക്കുഴിക്കര സൂപ്പർ ലീഗിന്റെ 3-ാം സീസൺ സമാപിച്ചു. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് 2023 ഈ ടൂർണമെന്റ് ആരംഭിച്ചത്. AT അഹമ്മദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായി നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ MC മൊയ്തീൻ റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടി 10ഓളം ടീമുകൾ മാറ്റുരച്ചു. വിവിധ ടീമുകളിൽ നിന്നായി 80ഓളം ഫുട്ബോൾ താരങ്ങൾ ഈ സൂപ്പർ ലീഗിൽ അണിനിരന്നു. 2023 ആനക്കുഴിക്കര സൂപ്പർ ലീഗ് എന്ന ISL ഇവിടെ ആരംഭിച്ചത്. ഇന്ന് സീസൺ 3യുടെ സമാപന ദിവസമാണ്. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഇതിന് ബാലൻസ് വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആനക്കുഴിക്കര പ്രദേശത്തുള്ള ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക, എന്നിട്ട് അവർക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സമാപന സമ്മേളനത്തിൽ NM അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കുറ്റിക്കാട്ടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് MC സൈനുദ്ദീൻ ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള താരങ്ങളെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ASL സീസൺ 3യുടെ മത്സര പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതില് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്സരത്തിലെ വീറും വാശിയും ഒക്കെ വേണം. പുതിയോട്ടിൽ അബ്ദുൽ കരീം ആശംസകൾ അറിയിച്ചു. ഫവാസ് KP നന്ദി പ്രകാശിപ്പിക്കുകയും ഫസലു മുണ്ടോട്ട് സ്വാഗതം പറയുകയും ചെയ്തു. ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശകരമായ കാഴ്ച സമ്മാനിച്ച ഈ ടൂർണമെന്റ് യുവതാരങ്ങൾക്ക് ഒരു മികച്ച അവസരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള പദയാത്ര മെയ് 18 കോഴിക്കോട്ടെത്തും. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ് യാത്ര നയിക്കുന്നത്. പദയാത്രയുടെ ഭാഗമായി ജില്ലയിൽ കൂടിക്കാഴ്ചകളും സംവാദങ്ങളും സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്ര കഴിഞ്ഞ മാസം 19-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളെയും പിന്നിട്ട് കോഴിക്കോട് മുതലക്കുളത്താണ് സമാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രവേശനം നടക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞായറാഴ്ചയാണ്. നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണമെന്ന സന്ദേശമുയർത്തി വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് 18 കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. യാത്രയുടെ ഭാഗമായി വിവിധ സാമൂഹിക ജനവിഭാഗങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, സാമുദായിക നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തും. പാർട്ടി സംസ്ഥാന കലാവേദിയുടെ തെരുവ് നാടകം വിക്രമനും മുത്തുവും ഒരു സ്വാത്വിക അവലോകനം എന്ന പരിപാടി പദയാത്രയുടെ ഭാഗമായി അരങ്ങേറും. സംസ്ഥാനത്തെ 100 കേന്ദ്രങ്ങളിലാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. 18-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുന്ന പദയാത്ര കൊടുവള്ളി മണ്ഡലത്തിലാണ് ആദ്യം അതിൻ്റെ മണ്ഡലം തല സ്വീകരണം ഏറ്റുവാങ്ങുന്നത്. കൊടുവള്ളിയിൽ 18-ാം തീയതി 3 മണിക്കും അന്ന് വൈകിട്ട് 5 മണിക്ക് തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്തും, 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് കുന്നമംഗലം, ബേപ്പൂർ മണ്ഡലത്തിലെ ചെറുവണ്ണൂർ 3 മണിക്കും, എലത്തൂർ മണ്ഡലത്തിലെ കക്കോടിയിൽ 5 മണിക്കും സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ TK മാധവൻ, സാലിഹ് കൊടപ്പന, KC അൻവർ, മുസ്തഫ പാലാഴി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MSS യൂത്ത് ഫുട്ബോൾ മത്സരത്തിൽ പടനിലം യൂത്ത് ജേതാക്കളായി. സമാപന ചടങ്ങിൽ കേരള പോലീസ് മുൻ ഗോൾ കീപ്പറും റിട്ടയർഡ് DYSPയുമായ PT മെഹബൂബ് ട്രോഫികൾ വിതരണം ചെയ്തു. MSS യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഫുട്ബോൾ മത്സരത്തിൽ ഫൈനലിൽ തിരുവണ്ണൂരിനെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പടനിലം MSS യൂത്ത് ജേതാക്കളായി. മാങ്കാവ് സെറ്റ ഗ്രൗണ്ടിൽ നടന്ന സമാപന ചടങ്ങിൽ കേരള പോലീസ് മുൻ ഗോൾ കീപ്പറും റിട്ടയർഡ് DYSP PT മെഹബൂബ് ജേതാക്കൾക്ക് ട്രോഫി വിതരണം ചെയ്തു.
യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അർഷാദ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. MSS ജില്ലാ പ്രസിഡന്റ് KM മൻസൂർ അഹമ്മദ്, യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് മാലിക് വാഴയിൽ, സംസ്ഥാന ട്രഷറർ CK ഷംനാഥ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ ഷഹാസ് അഹമ്മദ് പടനിലം, ജാവേദ്, യഹിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യജീവി അക്രമത്തിന് പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഫറോക്ക് പെരുമുഖത്ത് പട്ടാപ്പകൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്ന പ്രതി പോലീസ് പിടിയിൽ. തപോവനം മെലഡീസിന്റെ അക്ഷരരത്നം പുരസ്കാരം ഗാനരചയിതാവ് MD രാജേന്ദ്രന്. ഏഴാമത് ഊരാള സംഗമം മെയ് 18 കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.